ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് ഈശോയുടെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഷാലോം ടെലിവിഷനിലൂടെ ഈ വചനം നമ്മുടെ ഭവനങ്ങളിൽ എത്തുമ്പോൾ ഓർക്കുക, ഇത് ദൈവ വചനം കേൾക്കുവാൻ കർത്താവ് തരുന്ന അവിസ്മരണീയമായ അവസരമാണ്. ഈ അവസരത്തെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ നമ്മൾ അനുഭവിക്കുന്നത്. ഇന്നത്തെ വചനം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. റോമൻസ് ചാപ്റ്റർ 13:11. റോമ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടാകണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് സംസാരിക്കുന്ന ഈ ഭാഗം കേൾക്കുക. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടാവേണം. സമീപഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന വിപത്സന്ധിയെ മുന്നിൽ കണ്ടുകൊണ്ട് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനമാണിത്. എന്താണ് അവരുടെ തൊട്ടടുത്ത് വളരെ അടുത്ത കാലത്ത് സംഭവിക്കുവാനുള്ള വിപത്സന്ധി? റോമാലേഖനം എഴുതുന്ന സമയത്തെ, ലേഖനങ്ങളെല്ലാം എഴുതുന്ന സമയത്തെ AD 60-നും 70-നും ഇടയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ ഏറ്റവും അടുത്ത് അവരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുവാനുള്ളത് ജെറുസലേമിൻ്റെ നാശമാണ്, ദേവാലയത്തിൻ്റെ തകർച്ചയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം ശിഥിലമാകുന്ന കാഴ്ചയാണ്. അപ്പോൾ ആ വിപത്സന്ധിയെ മുൻനിർത്തി അപ്പോസ്തലൻ നടത്തുന്ന പ്രബോധനമാണ് 13-ാം അധ്യായത്തിൻ്റെ ഈ വചനഭാഗത്തിൻ്റെ ആദ്യ സന്ദർഭം. എന്നാൽ ഏത് വചനത്തിനും ഒരാദ്യ സന്ദർഭവും അകലെയുള്ള ഒരു സന്ദർഭവുമുണ്ട്. എന്താണ് ഇതിൻ്റെ അകലെയുള്ള സന്ദർഭം? ഇപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ 2024 വർഷങ്ങൾക്ക് ശേഷം ഇത് വായിക്കുകയാണ്, റോമാലേഖനം വായിക്കുകയാണ്. കുറഞ്ഞത് ഒരു 2000 വർഷത്തിൻ്റെ പുറകിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ വിശദീകരിക്കുന്നതാണ് ഇതിൻ്റെ സാഹചര്യം. എന്നാൽ എന്താണ് ഇതിൻ്റെ ഒരു ആനുകാലിക പ്രസക്തി? ആ ആനുകാലിക പ്രസക്തിയാണ് നാം മനസ്സിലാക്കേണ്ടത്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടാകണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. അപ്പം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറുകളാണല്ലോ ഇത് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. നിദ്ര വിടുക, നിദ്ര വിട്ട് ഉണരേണ്ടിയ സമയമാണിത്. എന്താണ് ഈ നിദ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തൊട്ട് താഴെ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ, നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറുകളാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തു വന്നിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ രക്ഷ ഇപ്പോൾ കൂടുതൽ അടുത്തു വന്നിരിക്കുന്നു. ഇനിയാണ് 12-ാമത്തെ വചനം നമ്മൾ കേൾക്കുന്നത്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അപ്പോൾ എന്തിനെയാണ് ഈ 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ വിശദീകരിച്ചതെന്ന് ഇപ്പം മനസ്സിലാകുകയാണ്. എന്തിനെയാണ്? കാലത്തിൻ്റെ പ്രത്യേകത അറിയണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറുകളിലാണല്ലോ നാം വന്നിരിക്കുന്നത്. നാം പ്രതീക്ഷിച്ചതിനേക്കാൾ രക്ഷ നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്നു, രക്ഷ നമ്മുടെ അടുക്കലെത്തിയിരിക്കുന്നു. ഈ പ്രയോഗങ്ങളിൽ കൊണ്ടെല്ലാം അപ്പോസ്തലൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ചിന്ത, ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ജീവിതം ആരംഭിക്കേണ്ടിയ സമയമായിരിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും വൈകിക്കൂടാ. ക്രിസ്തുവിലുള്ള ജീവിതത്തെയും ലോകത്തിലുള്ള ജീവിതത്തെയും രണ്ടായി തരം തിരിച്ച് വിശദീകരിക്കുന്ന നമുക്ക് കാണാം. ക്രിസ്തുവിലുള്ള ജീവിതത്തെ പകലിൻ്റെ ജീവിതമെന്നും സാത്താൻ്റെ പ്രവർത്തികളെ അനുസരിച്ചുള്ള ജീവിതത്തെ രാത്രിയിലുള്ള ജീവിതമെന്നും വിശദീകരിക്കുന്നതായി ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകും. നോക്കൂ, 12-ാമത്തെ വചനം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് രാത്രിയുടെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അപ്പം രാത്രിയുടെ പ്രവർത്തികൾ, പ്രകാശത്തിൻ്റെ പ്രവർത്തികൾ, രാത്രിയുടെ ദിനചര്യകൾ, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ, ഇത് രണ്ടും വിശദീകരിക്കുകയാണ്. എന്താണ് ഈ രാത്രിയുടെ ആയുധങ്ങൾ? കള്ളൻ കക്കുന്നത് ഇരുട്ടിനെ മറപിടിച്ചാണ്. ഏത് പ്രവൃത്തിയും, ഏത് ദുഷ്പ്രവൃത്തിയും നടക്കുന്നത് ഇരുട്ടിനെ മറപിടിച്ചാണ്. ഇരുട്ടാകുവാനായി എല്ലാവരും കാത്തിരിക്കുകയാണ്.
മദ്യപിക്കുന്നവർ രാത്രിയിൽ വചനത്തിൽ പറയാൻ മദ്യപിക്കുന്നവൾ രാത്രിയിൽ മദ്യപിക്കുന്നു. ഭോഗാലസ്യങ്ങളിൽ കൊണ്ടാടുന്നവർ ഇതാ രാത്രിയിൽ കൊണ്ടാടുന്നു. വ്യഭിചരിക്കുന്നവർ രാത്രിയെ കാത്തിരിക്കുന്നു. മോഷ്ടിക്കുന്നവൻ രാത്രിയെ, കാരണം ഇരുട്ടാണ് ദുഷ്പ്രവൃത്തികൾക്ക് പറ്റിയ സമയം. കൊലപാതകങ്ങൾ ഇരുട്ടിനെ മറപിടിച്ചാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. പകൽ വെളിച്ചമാണ്, എല്ലാവർക്കും എല്ലാം കാണാൻ കഴിയുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ പകലിൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക ബുദ്ധിമുട്ടാണ്. എന്താണ് രാത്രിയിൽ സംഭവിക്കുന്നത്? രാത്രിയിലാണ് കൊലപാതകങ്ങൾ. എന്താണ് രാത്രിയിൽ സംഭവിക്കുന്നത്? രാത്രിയിലാണ് മോഷണങ്ങൾ നടക്കുന്നത്. രാത്രിയിലാണ് കള്ളൻ പ്രവർത്തനം ആരംഭിക്കുക. അവൻ പകൽ മുഴുവൻ കിടന്നുറങ്ങുകയാണ്. അവൻ പ്രവർത്തനം തുടങ്ങുന്നത് രാത്രിയിലാണ്. തിന്മയുടെ ശക്തികളും കൈകോർക്കുന്നത് രാത്രിയിലാണ്. പകലിനെ കള്ളൻ ഭയക്കുന്നു, പകലിനെ ദുഷ്പ്രവൃത്തിക്കാർ ഭയക്കുന്നു. ഇവിടെ പകൽ എന്ന് വിളിച്ചിരിക്കുന്നത് കർത്താവിലുള്ള ജീവിതത്തെയാണ്. ഇവിടെ രാത്രി എന്ന് വിളിച്ചിരിക്കുന്നത് പിശാചിൻ്റെ കൂടെയുള്ള ജീവിതത്തെയാണ്. സോ ഇവിടെ ഒരു ചോയ്സ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരികയാണ്. പിശാചിൻ്റെ കൂടെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ രാത്രിയുടെ മക്കളാണ്. കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണ്. തൊട്ട് താഴത്തെ വാക്യം നോക്കൂ, 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം, റോമാ 13:13. ഇങ്ങനെ പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയകളിലോ വ്യാപരിക്കരുത്. അപ്പോൾ ഇതെല്ലാം രാത്രിയുടേതാണ്. അസൂയ രാത്രിയുടേതാണ്, കലഹം രാത്രിയുടേതാണ്, വിഷയാസക്തികൾ രാത്രിയുടേതാണ്, അവിഹിത വീഴ്ചകൾ രാത്രിയുടേതാണ്, മദ്യലഹരിയിൽ ജീവിക്കുന്നത് രാത്രിയുടേതാണ്, സുഖലോലുപതകൾ രാത്രിയുടേതാണ്. സോ ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. പകലിന് യോജിച്ച വിധം, നോക്കുക പദം, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. പകൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമുക്ക് സ്വീകരിക്കാം. രാത്രിയിലെ പെരുമാറ്റം പകല് വേണ്ട, പകലത്തെ പെരുമാറ്റം രാത്രിയിൽ വേണ്ട. രാത്രിയിലെ പെരുമാറ്റം വേറെ, പകലിൻ്റെ പെരുമാറ്റം വേറെ. രാത്രിയിൽ ആ പെരുമാറ്റത്തിന് വേണ്ടി വ്യാപരിക്കുന്ന ആൾ വേറെ, അത് ചെയ്യിപ്പിക്കുന്ന ആൾ വേറെ. പകൽ ഈ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്ന ആൾ വേറെ. കൊലപാതകത്തിന് പിന്നിൽ ആരാണ്? കർത്താവല്ല. മദ്യാസക്തിയിൽ മതോന്മത്തനായി ഭാര്യയെ വീട്ടിൽ ചെന്ന് ഇടിക്കുകയാണ്. അതിൻ്റെ പുറകിൽ ആരാണ്? കർത്താവല്ല. അസൂയയുടെ പിന്നിൽ ആരല്ല? കർത്താവല്ല. നോക്കൂ, ഇവിടെ കാമാസക്തിയുടെ പുറകിൽ ആരല്ല? കർത്താവല്ല. അപ്പോൾ എന്താ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്? ഇരുട്ടിൻ്റെ പ്രവൃത്തികളുടെ പുറകിൽ കർത്താവല്ല, കർത്താവില്ല. എന്നാൽ ആരുണ്ട്? കർത്താവുണ്ട്. എവിടെ? വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളിൽ. വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്? പ്രത്യുത യേശു ക്രിസ്തുവിനെ ധരിക്കുവേൻ. 14-ാമത്തെ വചനം, റോമാ 13:14. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവേൻ, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവേൻ. ദുർമോഹങ്ങളിൽ നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവീൻ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം: ഒന്ന്, ശരീരത്തെപ്പറ്റി ചിന്തിക്കുക; രണ്ട്, ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ശരീരത്തെപ്പറ്റി ചിന്തിക്കട്ടെ. എന്താ ഇവിടെ പറയുന്നത്? ശരീരമെന്ന് ഓർക്കുക. രാത്രിയിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ സഞ്ചരിക്കുന്ന ശരീരമാണ് ഇവിടെ പറയുന്ന ശരീരം. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാവുകയാണ്: പകലിന് യോജിച്ച വിധം പെരുമാറേണ്ടിയവരാണ്. കാരണം രാത്രി കഴിയാറായി, പകൽ വന്നിരിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ കൺഫെഷൻസ് എന്ന ഏറ്റവും പ്രസിദ്ധമായ കൃതിയുടെ ഭാഗങ്ങൾ ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുകയാണ്. നമുക്കറിയാം, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വിശുദ്ധൻ്റെ പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അഗസ്റ്റിനോസ്, ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിനോസ്, മോണിക്ക പുണ്യവതിയുടെ മകനായ വിശുദ്ധ അഗസ്റ്റിനോസ്, മിലൻ്റെ തെരുവുകളിൽ പാപത്തിൽ ആറാടി ജീവിച്ചു കൊണ്ടിരുന്ന കൗമാരത്തെയും തൻ്റെ ബാല്യത്തെയും യൗവനത്തെയും ഇതാ ചകഞ്ഞു മാറ്റി തന്നിലേക്ക് വിശുദ്ധിയുടെ പകലിൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ജീവിതം വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ തന്നെ സ്വാധീനിച്ച വചനമാണ് റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം. വേശ്യാ തെരുവുകളിൽ വേശ്യകളോടൊപ്പം അന്തി ഉറങ്ങി
അവിഹിത വീഴ്ചകളിൽ ആനന്ദം കണ്ടെത്തി ജീവിതം ആറാടിക്കഴിഞ്ഞു പോകുമ്പോൾ ഇതാ വിശുദ്ധ അഗസ്റ്റിനോട് വിശുദ്ധ അഗസ്റ്റിനാകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം, ഈ വചനം സംസാരിക്കുകയാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. ഈ വചനമാണ് അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് കാരണമായി തീർന്നത്. രാത്രി കഴിയാറായി, ഇരുൾ മാറിപ്പോവുകയാണ്, പകൽ സമീപിച്ചിരിക്കുന്നു. നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. നിങ്ങളും ഞാനുമെല്ലാം വിശുദ്ധ അഗസ്റ്റിനോസ് ജീവിച്ച ജീവിത ശൈലികളിലാണ്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ വേശ്യകളുടെ തെരുവിലോ ഞാൻ പുരുഷ വേശ്യകളുടെ അടുക്കലോ ഒന്നും പോകാറുള്ള വ്യക്തിയല്ല. പക്ഷെങ്കിൽ ഓർക്കൂ, നമ്മിലെ അന്ധകാരത്തിൻ്റെ ഒരുപാട് ക്രിയകൾ നമ്മുടെ മനസ്സിനെയും ചിന്തയെയും സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനിക്കുന്ന മേഖലയിലേക്കാണ് പകലിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് പകരുവാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് കർത്താവ് പകലിൻ്റെ അഭിഷേകത്തെ പകരുവാൻ ആഗ്രഹിക്കുന്നത്? അതാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധം നമുക്ക് ധരിക്കാം. പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് പ്രത്യുത കർത്താവായ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് റോമാ 13:14 പറഞ്ഞിരിക്കുന്നത്. പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നമുക്ക് എന്ത് ചെയ്യാം? ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിത്യജിക്കാം. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, എന്നോട് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നതാണ്, ദൈവം എന്നിൽ ചെയ്യുന്നതാണ്. എന്നാൽ എൻ്റെ സഹകരണം കൂടാതെ ദൈവം ചെയ്യുന്നതല്ല. പരിത്യജിക്കേണ്ടിയത് ഞാനാണ്. എന്താണ് പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ? ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ഉപേക്ഷിക്കേണ്ടിയത് ഞാനാണ്. ഉപേക്ഷിക്കാൻ കൃപ തരുന്നത് കർത്താവാണ്. ഉപേക്ഷിക്കാൻ എന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ദൈവം ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ പാപം ചെയ്യാനുള്ള ഒരവസരവും തട്ടിമാറ്റുന്നില്ല. ഒരിക്കലും ദൈവത്തെ തെറ്റിദ്ധരിക്കരുത്. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഏദനിൽ ആദം പഴം പറിക്കാൻ പോയപ്പോൾ വളരെ ഈസിയായി ഹവ്വായുടെ കയ്യിൽ നിന്ന് ആ പഴത്തെ തട്ടിപ്പറിച്ച് കളയുകയോ ഹവ്വായെ ആ ക്രിയയിൽ നിന്ന് മാറ്റുകയോ ദൈവത്തിന് കഴിയുമായിരുന്നു. മാത്രമല്ല, നോക്കൂ, ഉപായിയായി യാക്കോബ് എന്ന മനുഷ്യൻ തൻ്റെ സ്വന്തം സഹോദരനെ ചതിക്കുമ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അതിൽ നിന്ന് അവനെ മാറ്റാമായിരുന്നു. കായീൻ ഹാബേലിനെ കൊല്ലുമ്പോൾ ദൈവത്തിന് വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് അവനെ മാറ്റാമായിരുന്നു. തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുമ്പോൾ സഹോദരങ്ങളുടെ മനസ്സിനെ വേണമെങ്കിൽ ദൈവത്തിന് മാറ്റാമായിരുന്നു. നോക്കൂ, തൻ്റെ സഹോദരങ്ങൾ തന്നെ വിൽക്കുമ്പോൾ സഹോദരങ്ങളുടെ മനസ്സിനെ ദൈവത്തിന് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ മാറ്റാമായിരുന്നു. നോഹ് പെട്ടകമുണ്ടാക്കി സകല ജനത്തോടും പ്രസംഗിക്കുമ്പോൾ ജനത്തിൻ്റെ മനസ്സിനെ വേണമെങ്കിൽ ദൈവത്തിന് മാറ്റാമായിരുന്നു. പക്ഷെ എൻ്റെ അനുവാദം കൂടാതെ എന്നെ രക്ഷിക്കാൻ എൻ്റെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചെയ്താൽ ദൈവം എൻ്റെ വ്യക്തിസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പൂർണ്ണനല്ല. എൻ്റെ സ്വയ ഇച്ഛയും എൻ്റെ സ്വയാസ്തിക്യവും ഞാൻ അടിയറവ് പറഞ്ഞിട്ട് ഒരടിമയായി ജീവിക്കുകയാണ്. ഒരിക്കലും ദൈവം അത് ചെയ്യുന്നില്ല. നന്മയും തിന്മയും നിൻ്റെ മുമ്പിലിരിക്കുന്നു. നന്മയും നിൻ്റെ മുമ്പിലുണ്ട്, തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്. രാത്രിയും നിൻ്റെ മുമ്പിലുണ്ട്, പകലും നിൻ്റെ മുമ്പിലുണ്ട്. രാത്രിയുടെ പ്രവൃത്തികൾ നിൻ്റെ അടുക്കലുണ്ട്, പകലിൻ്റെ പ്രവൃത്തികൾ നിൻ്റെ അടുക്കലുണ്ട്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ല, തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവിടെ അതുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിത്യജിക്കുക. നോക്കൂ, ആ വചനം എങ്ങനെ പറയുന്നത്? അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ആരാ പരിത്യജിക്കുന്നത്? ആരാ പരിത്യജിക്കുന്നത്? നമ്മളാ പരിത്യജിക്കുന്നത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിത്യജിക്കുന്നത് നമ്മളാണ്. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുന്നത് നമ്മളാണ്. അപ്പോൾ എവിടുന്ന് ആ ധരിക്കാൻ നമ്മളെ കർത്താവ് ശക്തീകരിക്കുന്നത്? ദൈവമാണ് ശക്തീകരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇതിലേക്ക് നമ്മെ നടത്തുന്നത്. പക്ഷെ ചെയ്യേണ്ടിയത് ഞാനാണ്, ചെയ്യുന്നത് ദൈവം അല്ല. എന്തുകൊണ്ടാണ് ഞാൻ ഹൃദയത്തിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു എന്ന് വചനം പറയുന്നത്? കർത്താവിനങ്ങ് വാതിൽ തള്ളി തുറന്ന്
ഇടിച്ചു പൊളിച്ച് കയറി വന്നാൽ പോരെ? ഇല്ല. അങ്ങനെ നിന്റെ അനുവാദം കൂടാതെ നിന്റെ കാര്യത്തിലേക്ക് കയറി വരുന്നവൻ്റെ പേര് കർത്താവെന്നല്ല, കള്ളനെന്നാണ്. അവിടുന്ന് കള്ളനല്ല, അവിടുന്ന് കർത്താവാണ്. അവിടുന്ന് വാതിക്കൽ നിന്നുകൊണ്ട് മുട്ടും. നീ അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ അവൻ നിന്നോടൊപ്പം പന്തിയിൽ അത്താഴത്തിനിരിക്കും. ഇത് എൻ്റെ സ്വയ വ്യക്തിത്വത്തിലുള്ള, സ്വയ അസ്തിത്വത്തിൽ നിന്നുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തെ ദൈവം ആദരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത്. രാത്രി കഴിയാറായി. മതി സഹോദരങ്ങളെ. 2025 ഏറ്റവും കൂടുതൽ നമ്മെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുവാൻ പോകുന്ന, അല്ലെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഏതാണെന്നറിയോ ആ കാര്യം? ഇരുട്ടിൻ്റെ പ്രവർത്തികളെ ഉപേക്ഷിക്കുക. ഇരുട്ടിൻ്റെ പ്രവർത്തികളോട് ബൈ ബൈ പറയുക. മതി, രാത്രി കഴിയാറായി. വിശുദ്ധ അഗസ്റ്റിനോട് കർത്താവ് സംസാരിക്കുകയാണ്. അഗസ്റ്റിൻ, നീ ജീവിച്ച പാപത്തിൻ്റെ വഴികൾ നിനക്കറിയാം. നീ പോയ വഴികൾ മറ്റാരേക്കാളും നിനക്കറിയാം. കഴിഞ്ഞു, മതി. നീ ഇനി പകലിൻ്റേതായി ജീവിക്കുക. രാത്രി കഴിയാറായി. അവിടുന്ന് അഗസ്റ്റിന് ഒരു വലിയ അവൈക്കനിങ് കിട്ടുകയാണ്, വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയിലേക്കും ബിഷപ്പായി, അല്ലേ, ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ, അല്ലേ, വിശുദ്ധ അഗസ്റ്റിൻ എന്നറിയപ്പെടുമ്പോൾ ജാരസന്തതിയുടെ പിതാവായിരുന്നു അഗസ്റ്റിൻ. അപനാരാന്നറിയത്തില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത പിതാവായിരുന്നു അഗസ്റ്റിൻ. അപ്പോൾ അങ്ങനെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഉയർത്തപ്പെടുന്ന എങ്ങോട്ടാണ്? ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിനിലേക്ക് അഗസ്റ്റിൻ ഉയർത്തപ്പെടുന്നത് ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്നാണ്. മതി, ഇത്രയും നാളും അസൂയ കൊണ്ട് നിറഞ്ഞ് കലുഷിതമായ എൻ്റെ മനസ്സിനോട് ഞാൻ ഇന്ന് കൽപ്പിക്കുകയാണ്, മതി. ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു, ഇനി അങ്ങനെ ജീവിക്കണ്ട. ഇനി ആ പാപാസക്തിയിൽ ജീവിക്കണ്ട. ഇതുവരെ ചെയ്തു വന്ന കാര്യത്തിൽ ഇനി തുടരണ്ട. മതി, സമയം വന്നിരിക്കുന്നു. ഇനി എനിക്കങ്ങനെ ജീവിക്കാൻ ഇഷ്ടമില്ല. ഇനി ഞാൻ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ഒരു പരിത്യാഗം ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കാം. ദൈവം അവിടെ ഒരു പരിത്യാഗം ആവശ്യപ്പെടുകയാണ്. ഒരു സാക്രിഫൈസ്, ഒരു ത്യാഗപരമായ തീരുമാനം ദൈവം ആവശ്യപ്പെടുകയാണ്. എന്താണ് ആ ത്യാഗപരമായ തീരുമാനം? ആ ത്യാഗപരമായ തീരുമാനം ഇതാണ്: ഞാൻ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിത്യജിക്കുകയാണ്. ഇരുട്ടിൻ്റെ ഒരു ചിന്തയെപ്പോലും ഞാൻ ഇനി എന്നിൽ വെച്ച് പൊറപ്പിക്കുകയില്ല. എന്ത് നഷ്ടമോ, എന്ത് കോട്ടമോ, എന്ത് താഴ്ചയോ, എന്ത് ഉയർച്ചയോ വന്നോട്ടെ, ഇതാകുന്നു എൻ്റെ തീരുമാനം. ഇത് മാത്രമാകുന്നു എൻ്റെ തീരുമാനം. ഒരു തരത്തിലും ഇരുട്ടിൻ്റെ ഒരു പ്രവൃത്തിയുമായി ഞാൻ ഇനി അനുരഞ്ജനപ്പെടുകയില്ല. ലോകം മുഴുവൻ എനിക്കെതിരായിക്കോട്ടെ, ശത്രുക്കൾ എനിക്കുണ്ടായിക്കോട്ടെ, എന്നെ തകർക്കാനും തീർക്കാനും പലരും കൈകോർത്തോട്ടെ, ഒരു തരത്തിലും ഇരുട്ടുമായി ഇനി ഒരു അനുരഞ്ജനത്തിന് ഞാനില്ല. അവിടെ ഒരു പരിത്യാഗം, പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കാം. അപ്പോൾ പ്രകാശത്തിൻ്റെ ആയുധം ധരിക്കുന്നതിന് മുമ്പ് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിത്യജിക്കണം. ഇരുട്ടിൻ്റെ പ്രവൃത്തികളും പ്രകാശത്തിൻ്റെ ആയുധവും ഒന്നിച്ചു പോകുകയില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രകാശവും ഇരുട്ടും തമ്മിൽ ഇടകലർന്നിരിക്കുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോൾ പ്രകാശം വരുന്നോ അപ്പോൾ ഇരുട്ടോടി മാറും. എപ്പോൾ ഇരുട്ടോടി മാറുന്നോ അപ്പോൾ പ്രകാശം വ്യാപിക്കുവാൻ തുടങ്ങും. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചെയ്യുന്നത്. സോ ഇന്നത്തെ വചനം നമ്മെ നിർബന്ധിക്കുന്നത് 2025 കർത്താവിൻ്റെ നന്മ സ്വീകരിക്കാനുള്ള വ്യക്തിയാണ് നീ. അവിടെ വെച്ച് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്താ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്? കർത്താവ് നമ്മോട് പറയുകയാണ്, പരിത്യജിക്കുക ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ. അസൂയയാണത്, പിണക്കമാണത്, ക്ഷിത്രകോപമാണത്, പെട്ടെന്നുള്ള പൊട്ടിത്തെറിയാണത്, ഭോഗാലസ്യമാണത്, ആസക്തിയാണത്, കാമഭ്രാന്താണത്, എന്തുമായിക്കോട്ടെ അതിനെ പരിത്യജിക്കുക. ഇത് ഞാൻ എന്നോട് പറയുന്നു, നമ്മോട് പറയുന്നു, നാം ഒരുമിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഹിതമാണിത്, ദൈവത്തിൻ്റെ ആഗ്രഹമാണിത്. ഇതിലാണ് ദൈവം നമ്മെ പ്രസാദിപ്പിക്കുന്നത്. മറ്റൊരു സന്ദേശമില്ല. 2025 ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിത്യജിക്കുക. ഇപ്പോൾ ഷാലോം TV-യിൽ കൃപയുടെ നിർച്ചാലുകളിൽ യൂട്യൂബിൽ ലോകമെമ്പാടും ആൾക്കാർ ഈ വചനം കേൾക്കുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് ദൈവം വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പം
ശക്തിയിൽ നിറയണം, അഭിഷേകത്തിൽ നിറയണം. എൻ്റെ സാക്ഷ്യമാക്കി ഈ സാക്ഷ്യത്തെ മാറ്റണമേ എന്ന് ഉറച്ചു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. This is your house, Lord, we welcome you, Lord, we welcome you. This is your house, Lord, we welcome you today. This is your house, Lord, we welcome you, Lord, we welcome you. This is your house, Lord, we welcome you today. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചോളൂ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, 2025 ഏറ്റവും വലിയ തീരുമാനം ഇതാണ്: ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിത്യജിക്കുക. പലവട്ടം കാത്തിരുന്ന് വെറുത്ത് ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടും ഇത്തിൽ കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന, ഞങ്ങൾ വിട്ടിട്ടും ഞങ്ങളെ വിടാതെ പിന്തുടരുന്ന എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളുടെ മേലും പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അസൂയയുടെ മേൽ പരിശുദ്ധാത്മാവേ സ്വാതന്ത്ര്യം തരണമേ. ഹല്ലേലൂയ. കാമ ചിന്തകളുടെ മേൽ പരിശുദ്ധാത്മാവേ സ്വാതന്ത്ര്യം തരണമേ. ഞങ്ങളെ തന്നെ കാർന്നു തിന്നുന്ന എല്ലാ
എല്ലാ പാപ സ്വഭാവങ്ങളുടെ മേലും പരിശുദ്ധാത്മാവേ സ്വാതന്ത്ര്യം തരണമേ. പുതിയ മനുഷ്യരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹാല ഹല 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 ഹല. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പരിധിയില്ലാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമേ. നിത്യം വാഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. രോഗികളായ മക്കളുണ്ട്, ഒരുപാട് പീഡ അനുഭവിക്കുന്നവരുണ്ട്, ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്, കടഭാരത്തിലായിരിക്കുന്നവരുണ്ട്, ദുഃഖിതരുണ്ട്. കർത്താവെ, എല്ലാവരും എടുത്തുയർത്തിക്കൊണ്ട് ഹാലലി ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളും അടിയറവ് പറയട്ടെ. വെളിച്ചത്തിൻ്റെ ശക്തി, വെളിച്ചത്തിൻ്റെ പ്രഭ വ്യാപിക്കട്ടെ. എല്ലാ അന്ധകാരവും കെട്ടടങ്ങട്ടെ. കർത്താവിൻ്റെ പ്രകാശം ഇതാ അന്ധകാരത്തിൽ മിന്നുന്നു. ദൈവത്തിൻ്റെ തേജസ് നിന്റെ മേൽ ഉദിക്കുന്നു. നീതി സൂര്യൻ രോഗോപശാന്തിയോടെ നിന്റെ മേൽ ഉദിച്ചുയരുന്നു. കർത്താവേ, ഈ വചനം കേൾക്കാൻ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരുന്നതിന് നന്ദി പറയുന്നു. ഈ സമയത്ത് ലോകം മുഴുവൻ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവെ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടാകട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. വചനം മാംസം ധരിക്കട്ടെ. നിത്യം വാഴും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകൾക്കൊരുങ്ങുമ്പോൾ നിങ്ങൾക്കും പറയാനൊരു സാക്ഷ്യമുണ്ടാകട്ടെ. 2025 ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പരിത്യജിക്കുന്ന വർഷം. വെളിച്ചത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പോരാളികളായി എഴുന്നേൽക്കുന്ന സമയം. ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ.